നമസ്കാരം. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതായാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫ്ബാഫ് വ്യക്തമാക്കുന്നത്. ഇതോടെ നിശ്ചയിച്ചിരുന്ന വെടിനിർത്തലും തുടർ ചർച്ചകളും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. 10 പദ്ധതിയിലെ 3 പ്രധാന വ്യവസ്ഥകൾ ഇതിനോടകം തന്നെ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു എന്നും ഈ സാഹചര്യത്തിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് യുക്തിരഹിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതായത് വെടിനിർത്തൽ ലെബനിലേക്കും വ്യാപിപ്പിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇറാന്റെ പ്രധാന പരാതി. കൂടാതെ ഇറാനിയൻ വ്യോമ അതിർത്തികൾക്കുള്ളിൽ ശത്രു രാജ്യത്തിന്റെ ഡ്രോൺ പ്രവേശിച്ചതും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാന്റെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും സ്ഥിതിഗതികൾ ആകെ വഷളാക്കി മാറ്റിയിരിക്കുകയാണ്. കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ല എന്നും ഖാലിഫ്ബാഫ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായി നിർത്തണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നാണ് വൈറ്റ് ഹൗസ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇത് പ്രസിഡന്റ് ട്രംപിന്റെ റെഡ് ലൈൻ ആണെന്നും ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയതോടെ സമാധാന ശ്രമങ്ങൾ ആകെ വഴിമുട്ടി നിൽക്കുകയാണ്. ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ ഇരുവിഭാഗവും നിലപാടുകൾ കടുപ്പിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കേണ്ട ചർച്ചകൾ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇറാനുമായുള്ള കരാറിൽ പൂർണ്ണമായ ധാരണയാകുന്നത് വരെ അമേരിക്കൻ സൈന്യം മേഖലയിൽ തുടരുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന എത്തിയത്. ഇറാൻ അമേരിക്കയുടെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നത് വരെ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നും ആവശ്യമായ ആയുധശേഖരം കരുതിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ പാടില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കൊടുക്കണം എന്നുള്ള നിബന്ധനകൾ വിട്ടുവീഴ്ചയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അമേരിക്കൻ സൈന്യം അടുത്ത പോരാട്ടത്തിന് തയ്യാറാണെന്നും ഇറാനെ കീഴടക്കാൻ സജ്ജമാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. ഇസ്രായേൽ ലെബനിൽ ആക്രമണം തുടരുന്നുവെന്നും ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും ആരോപിച്ചാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം വീണ്ടും തടഞ്ഞുവെച്ചത്. എന്നാൽ ലെബനിലെ ഹിസ്ബുള്ളക്കെതിരായ നീക്കങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്താവും യുദ്ധത്തിലെ കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.